ക്രിമിനൽസുകൾ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർക്ക് ഇതൊരു ഗൈഡാണ് എന്നുള്ള രീതിയിലൊരു അഭിപ്രായം വന്നിരുന്നു. അപ്പൊ ഈ ഒരു തോട്ടിനോട് ലാലേട്ടന് എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യത്തോട് അങ്ങേക്ക് എന്താണ് ഉത്തരം പറയാനുള്ളത്? അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും അത് ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് അത് ആ രീതിയിൽ ചിന്തിക്കാം. അതെ, കാര്യം ജോർജ് കുട്ടിയുടെ ക്രിമിനലായിട്ട് ഞാൻ ഇതുവരെ ഒരിക്കലും അങ്ങനെ. പിന്നെ ഇതൊരു സിനിമയാണ്, ഒരു മേക്ക് ബിലീഫാണ്. അങ്ങനെ സാധിച്ചു എന്നുള്ള ഞാൻ 10-20 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പിടിക്കപ്പെടാം. അങ്ങനെ പോലീസിനെ കബളിപ്പിച്ചൊന്നും നടക്കില്ല. ഇപ്പോൾ സ്ഫടികം എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് ആൾക്കാർ മുണ്ടൂരി പോലീസുകാരെ തലയിൽ ഇടിച്ച് സൂപ്പ് കാണിക്കുക അവന്മാർ. അപ്പം അങ്ങനെ ഒരു സിനിമ കൊണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ അയാൾ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തില്ല. അയാളുടെ കുടുംബത്തെ സേവ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിച്ചു. വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി ഒന്നും പ്ലാൻ ചെയ്തതല്ല. അയാൾ ചെയ്തത് ഭാഗ്യവശാൽ ശരിയായി മാറി എന്നുള്ളതാണ്. അയാൾ പിടിക്കപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത്. അയാൾ ചാൻസ് എടുക്കുകയാണ്, പോസിബിലിറ്റി. അതിൽ അയാൾ സക്സസ്ഫുള്ളായി. അല്ലാതെ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇപ്പോൾ ഈ ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പേ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ സാധാരണ പല വീടുകളിലും ഒരു മർഡറും എല്ലാം നടന്നാൽ ആദ്യം പോയി നോക്കുന്ന സെപ്റ്റിക് ടാങ്കിലാണ്. അവിടെ തന്നെ അവർ കുഴിച്ചത്. അത് ആദ്യമായിട്ടൊന്നുമല്ല. ഇപ്പം ഈ ദൃശ്യം സിനിമ കണ്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം അത്തരത്തിൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും ആൾക്കാരെ. അപ്പം അതിലുള്ള മറ്റ് ബന്ധങ്ങളെയും കൂടെ നിങ്ങൾ കാണണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അയാൾ ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതറ്റം വരെ ഞാൻ പോകും. അങ്ങനെ ഒരു ആൾ പറഞ്ഞിട്ട് ഒരു മേക്ക് ബിലീഫാണ്. ഇതൊരു കഥയാണ്. അത് നടന്ന സംഭവം അല്ലെങ്കിൽ ഇതുപോലെ ദൃശ്യം പോയിട്ട് ഒരു പരിപാടി കഴിഞ്ഞാൽ പോലീസ് പിറ്റേ ദിവസം പൊക്കിക്കൊണ്ടു പോകും. അതുകൊണ്ട് ആരും അതിന് ശ്രമിക്കണ്ട. ഹലോ സർ, എൻ്റെ പേര് സ്മിത, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. ഈ ടീസർ കണ്ടപ്പം ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ചെയിൻ ഈസ് ആസ് സ്ട്രോങ് ആസ് ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക് എന്നാണ്. അതിനോട് ഇൻ അഡീഷൻ ടു ദാറ്റ് ഐ വുഡ് ലവ് ടു ആസ്ക് ഡയറക്ടർ ജിത്തു ജോസഫ് സർ, ഇതിനകത്തെ ക്യാരക്ടർ എസ്തർ, എസ്തറിൻ്റെ ഒരു അനൂപ് rather than എസ്തർ, ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഷീ ഹാസ് നോ ചൈൽഡ്ഹുഡ്. ഫ്രം എ വെരി യങ് ഏജ് ഈ ഒരു ഷീ ഹാസ് ബീൻ ആൻ അഡൾട്ടിഫൈഡ് ചൈൽഡ്. അതിനെ എത്രത്തോളം ഇതിൽ കവറേജ് ചെയ്യുന്നുണ്ട്? Actually, she is also a victim of that night. അപ്പോൾ അനുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആക്ച്വലി അനു സംസാരിച്ചപ്പോൾ പറഞ്ഞു ഷീ ഈസ് നോട്ട് ഷോയിങ് ഇൻ ഔട്ട്സൈഡ് ആക്ച്വലി. കാരണം അതിൻ്റെ പ്രോബ്ലം ആരെങ്കിലും ഈ ഫാമിലിയിൽ അതർ ദാൻ അഞ്ജു ആരെങ്കിലും അത് ആ ഒരു ഫിയറും ഇതും ഒത്തിരി കാണിച്ചാൽ അത് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് അഞ്ജുനെ ആയിരിക്കും. സോ ഷീ ഈസ് ട്രൈങ് ടു പ്രൊട്ടക്ട്. അപ്പോൾ ഒരു പ്രായത്തേക്കാൾ കഴിഞ്ഞ ഒരു മെച്യൂരിറ്റി അനുവിനുണ്ട്. പക്ഷെ ഔട്ടർ സൈഡിൽ ആ മെച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു ടിപ്പിക്കൽ ടാൻഡ്രംസ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിൻ്റെ ഒത്തിരി നമ്മളതിൻ്റെ ഡെപ്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ദെയർ. വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന, സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് ഹിയർ ആൻഡ് ദെയർ യു വിൽ ഫൈൻഡ് ഇറ്റ്. അതിൻ്റെ ഗ്ലിംസസ് നിങ്ങൾക്ക് കിട്ടും.